ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഹെൽപ്പ് നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നുമുള്ള വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം അറിയാമല്ലോ. ഇന്ന് രാവിലത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. മഴയുടെ യാതൊരു കോളും ഇല്ല. നല്ല തണുത്ത കാറ്റും നല്ലൊരു കാലാവസ്ഥ. ഇനി എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതാണ്. ഇപ്പോൾ പിന്നെ മുറ്റം അധികം തൂക്കാനില്ല. നേരത്തെ എൻ്റെ പഴയ വ്ളോഗുകൾ കാണുന്നവർക്കറിയാം, പണ്ട് തൊട്ടേ കാണുന്നവർക്കറിയാം. ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് എന്തോരമായിരുന്നു മുറ്റം തൂക്കാനുണ്ട്. എൻ്റെ നടു ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് കാണുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബെൻസി എന്തോ ഇങ്ങനെ കിടന്ന് മുറ്റം തൂക്കണ്ട, ഓരോ ദിവസം ഓരോ മുറ്റം വെച്ച് തൂക്കുന്നു. അത്രയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു ഈ അടുക്കള വശത്തും. ഈ ഗ്രോ ബാഗ് വെച്ച് പാർട്ട് തിരിച്ചിട്ടില്ലേ, അപ്പുറത്തോട്ട് ആ വാഴ നിൽക്കുന്നത്, അതെല്ലാം മുറ്റമായിരുന്നു. നേരത്തെ ആ മറ്റേ സൈഡും മുറ്റം തൂത്തില്ലേ, ആ സൈഡും അതുപോലെ പാർട്ടായിട്ട് തിരിച്ചേക്കുന്നത് മുറ്റമായിരുന്നു. ഫ്രണ്ടിലും അതുപോലെ വലിയ മുറ്റമുണ്ട്. അപ്പോൾ അന്നൊക്കെ എൻ്റെ നടുപൊടിയായിരുന്നു മുറ്റം തൂത്തിട്ട്. ഇപ്പൊ പിന്നെ മുറ്റം ഇത്തിരിയേ ഉള്ളൂ തൂക്കാനായിട്ട്. അപ്പൊ ദിവസം ഒരു ദിവസവും സാധനം മേടിക്കാൻ പോയപ്പോൾ അത് അവിടെ ഇങ്ങനെ പാക്കറ്റിനകത്ത് ചെടികൾക്കൊക്കെ ഇടുന്ന വളം വെച്ചിരിക്കുന്നത് കണ്ട്. ഞാൻ പേരൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കവറാ. അത് കണ്ടപ്പോൾ യോസാൻ എനിക്ക് എന്തേലും ആവശ്യത്തിന് ഇടാമെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നത്. അത് ഇത്തിരി എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണേ. എല്ലാത്തിനും കുറേശ്ശെ ഇട്ട് കൊടുത്ത്, നിത്യവഴുതനയ്ക്കും കോവയ്ക്കും അതുപോലെ തന്നെ പച്ചമുളകിനും എല്ലാത്തിനും. അപ്പൊ ഞങ്ങളുടെ പറമ്പിൽ എന്താണ് ഫലം എടുക്കാൻ പറ്റുന്ന ഒരു മരം എന്ന് പറയുന്ന ഈ ഓമയുള്ളു കേട്ടോ. ഞാൻ വേറെ ഒന്ന് രണ്ട് ഓമത്തൈ പിടിപ്പിക്കാൻ നോക്കി, പക്ഷെ ഒത്തിരി വളർന്നു വരും. ആൺപൂവെന്ന് പറയത്തില്ലേ, ആ പൂവ് വന്നിട്ട് അതങ്ങ് കുരുടിച്ചു പോവും. ഇതാകപ്പാടെയുള്ള ഒരു ഓമയാണ്. അതിനകത്ത് 2 ഓമയ്ക്കുണ്ട്. അതിങ്ങി പറിച്ചു. രാവിലെ എന്ത് കറി വെക്കുമെന്ന് നോക്കിയപ്പോഴാണ് അതെങ്കിൽ 2 അത്യാവശ്യം വിളഞ്ഞു നിൽക്കുക. അപ്പോൾ വിചാരിച്ചു എന്നാൽ അതിനെ കുത്തിയിടാമെന്ന്. ഇപ്പൊ കുറെ ഓമയ്ക്ക ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കേട്ടോ, തോരൻ വെക്കാനും കറി വെക്കാനും. 3-4 പഴുത്ത് കിട്ടി. ചിലപ്പോഴൊക്കെ കൊട്ടാരക്കര എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ അതിനകത്ത് പഴുത്ത ഓമയ്ക്ക കാണും. ഞാൻ ജോസാൻ്റെ അടുത്ത് പറയാം, ജോസാ നമുക്ക് പറിച്ചുകൊണ്ട് പോകാമെന്ന്. പക്ഷേ ഇതുവരെ പറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നേക്കുള്ളത് കിട്ടും. ഞാനിപ്പോൾ ഈ ഓമയ്ക്കകത്തുനിന്ന്, ഓമയെന്ന് പറയും പപ്പായെന്ന് പറയും, കുറേ പറിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഉടനെയൊന്നും ഇല്ല, ചെറുതേ ഉള്ളൂ. കുറേ സമയമെടുക്കും. രാവിലെ തന്നെ വിയർത്ത് ഒഴുകുന്നുണ്ട്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ. അപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ട് കയറാം. ഞങ്ങളുടെ ഈ ഏരിയയിലെല്ലാം ചക്ക ഇപ്പോൾ കുറഞ്ഞ, പ്ലാവുകളിലൊന്നും ചക്കയില്ല. പക്ഷെ ഞങ്ങളുടെ തൊട്ട് മുറ്റത്തുള്ള ആ പ്ലാവ് ഉണ്ടല്ലോ, അതിനകത്ത്, ഞങ്ങളുടെ പ്ലാവല്ല, അതിനകത്ത് ലേറ്റായിട്ടാണ് ചക്ക വീഴുന്നതും അതുപോലെ ലേറ്റായിട്ടാണ് തീരുന്നതും. അതിനകത്ത് ചക്ക ഞാൻ ഇങ്ങനെ വളം ഇട്ടുകൊണ്ട് നിന്നപ്പോഴാണ് മേളത്തെ എലിസത്തമ്മ പറഞ്ഞതാണ്ട് ഇതിനകത്ത് ചക്ക വിളഞ്ഞു നിൽക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അടത്തിയിടുന്നു. അപ്പം നല്ല വെയിറ്റുള്ള തോട്ടയാണേ. യോസാൻ്റെ അടുത്ത് പൊക്കാൻ പോലും ഞാൻ പറഞ്ഞു വേണ്ട യോസ, ബുദ്ധിമുട്ടായിരിക്കും. കാരണം എലിസബത്തമ്മയൊക്കെ കുറേ നേരമായിട്ട് ഒരെണ്ണം അടത്താൻ നോക്കിയിട്ട് കുറേ ബുദ്ധിമുട്ടിയാണ് ഒരെണ്ണം വീണത്. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് ആ തോട്ടയ്ക്ക്. എന്തായാലും യോസാൻ ഭയങ്കര പ്രയത്നം നടത്തി. എങ്ങനെയെങ്കിലും ഞാൻ ഇന്നൊരെണ്ണം വീട്ടിയിട്ടേ ഉള്ളു കാര്യമൊന്നും പറഞ്ഞൊക്കെ നിന്നിട്ട് അവസാനം തോട്ടയുടെ കൊണി ഒടിഞ്ഞ് ആ മരത്തേലും ഇരുന്ന് തോട്ട മാത്രമായിട്ടും വന്ന് ചക്കയും കിട്ടിയില്ല. കാരണം തോട്ടയുടെ വെയിറ്റ് കാരണം അതങ്ങ് വളഞ്ഞു പോകുക അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ തന്നെ. എന്തായാലും കുറച്ചു നേരം പ്രയത്നിച്ചു, ചക്ക കിട്ടിയില്ല. കൊണി അതേൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ എടുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇതാണ് റബ്ബറും പാല്. കണ്ടിട്ടില്ലാത്തവര് കണ്ടോണേ. ഇപ്പൊ കണ്ട് ശീലമുള്ളവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ എന്തോ ചേച്ചി, ആരാണ് കാണാത്തവരുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ റബ്ബറല്ല, തൊട്ടപ്പുറത്തെ വസ്തുവിലെ റബ്ബറാണ്. രാവിലെ തന്നെ വിയർത്തൊഴുകും. ജോസാന് അത്രയൊന്നും ഇല്ല, എന്നെയാ കൂടുതൽ. രാവിലെ ഗോതമ്പ് ദോശ, ചമ്മന്തി ഉണ്ടാക്കാൻ പോന്നു. ചമ്മന്തി കറിക്ക്
ചക്ക എടുത്താൻ പോയി, ചീറ്റിപ്പോയി. ചക്ക എടുത്താൻ പോയി, കോണി അതിനകത്താക്കി വെച്ചേച്ച് സറങ്ങി പോയിരുന്നു. കോണി എന്നാണ് പറയണ്ടേ? കോണിയല്ല, കോണി കോണി കൊണി. അന്നേരം പൊങ്കിയിരുമ്പോ കൊങ്കീന്ന് തന്നെ. അല്ല, കൊങ്കി എന്ന് പറയുന്നത് നമ്മള് ഇതാ നെല്ലൊക്കെ കൊയ്യുന്നതാ കൊങ്കി. അതിന്റെ ഇത് വേറെ കോണി. കോണി. ദോശ തിരിച്ചിട്ടോ? ഇല്ല, തിരിച്ചിട. ഇപ്പൊ ഗോതമ്പ് ദോശ കഴിവതും ഇച്ചിരി വെള്ളം കുറച്ച് നമ്മള് മാവ് റെഡിയാക്കുവാണെങ്കിലാണ് കുറച്ചുകൂടെ വേവാൻ എളുപ്പം. ഇത്തിരി വെള്ളം കൂടി പോയി. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെക്കുക. ചമ്മന്തിക്കറിക്കായിട്ട് ഇത്രയും തേങ്ങ വേണ്ട, കുറച്ചങ്ങ് മാറ്റട്ടെ. നമുക്ക് ഓൾറെഡി ഓമയ്ക്കക്കറി ഉണ്ടല്ലോ, അപ്പം അതിനെടുക്കാം. കുറച്ച് മുളക് പൊടി, മുളക് പൊടിയും കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ചമ്മന്തിക്കറി എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയും ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണേ. വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. കടുക് പൊട്ടിയ ശേഷം കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, നമ്മൾ ഈ തേങ്ങ ഒഴിച്ച ശേഷം യാതൊരു കാരണവശാലും ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതിൽ ഇഞ്ചി അരയ്ക്കുന്നവരുണ്ട്, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല വിളഞ്ഞ പച്ചത്തേങ്ങയാണെങ്കിലേ നമ്മുടെ ഈ ചമ്മന്തിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒത്തിരി ഉണങ്ങിയ തേങ്ങയേക്കാൾ ഇത്തിരി നല്ലൊരു പച്ചത്തേങ്ങയാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇപ്പം ഇതാ തേങ്ങ നന്നായിട്ട് വെന്തു. ഞാൻ തീ ഓഫ് ചെയ്ത് ഒന്ന് ആവി വന്നാൽ മതി മുകളിൽ കൂടി കേട്ടോ. യാതൊരു കാരണവശാലും തിളച്ച് പോരുത്. തിളച്ചാൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും ചമ്മന്തി കറിയും. ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഗോതമ്പ് ദോശയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളക്കാർക്കാണ് ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ ഇത്ര വലിയ പ്രാക്ടീസ്. നോർത്തിലോട്ടൊക്കെ പോയാലേ മഹാരാഷ്ട്രൻസിൻ്റെ അടുത്തൊക്കെ ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിശയമാണ് കേട്ടോ. ഉണ്ടാക്കുന്നവരുണ്ടോയെന്നറിയില്ല. എൻ്റെ അറിവിലുള്ള മറാഠികൾക്ക് ഭയങ്കര അതിശയമായിരുന്നു ഞങ്ങളിങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ. കഴിഞ്ഞ ദിവസം തേങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഇങ്ങനെ കുത്തി നിർത്തിയാൽ പെട്ടെന്ന് കേടാകത്തില്ലെന്ന്. അങ്ങനെ തേങ്ങയുള്ളതെല്ലാം ഞാനിങ്ങനെ കുത്തി നിർത്തിയേക്കുവാണ്. അതായത് കണ്ണ് വെളിയിൽ വരത്തക്ക രീതിയിൽ കുത്തി നിർത്തിയേക്കുക. ഇത് ജോസാൻ കുറച്ച് കൊച്ചുള്ളി മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ഓരോന്നിനും ഓരോ പാത്രങ്ങളുണ്ട്. അത് ജോസാൻ അറിയുകയും ചെയ്യാം. എന്നിട്ടും ഈ കൊച്ചുള്ളി എല്ലാം കൂടെ കൊണ്ടുവന്ന് സവാളയുടെ കൂട്ടത്തിലോട്ട് ഇട്ടിരുന്നു. ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. സവാളയ്ക്ക് സെപ്പറേറ്റ്, കൊച്ചുള്ളി വേറെ, വെളുത്തുള്ളി വേറെ, തേങ്ങ വേറെ, ഇതെല്ലാം വേറെ വേറെ പാത്രങ്ങളിലാണ് ഞാൻ വെക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സായി. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ വാരി എടുത്തിട്ട് വേറെ മാറ്റുവാണ്. സാധാരണ ഞാൻ കൊച്ചുള്ളി കൊണ്ടുവന്നാൽ അത് അന്നേരം തന്നെ അത്യാവശ്യം ഇത്തിരി ക്ലീൻ ചെയ്തിട്ട് നല്ലത് ഒരു പാത്രത്തിലോട്ട് മാറ്റും. പിന്നെ കേടായി തുടങ്ങുന്നതും ഇത്തിരി നനഞ്ഞതും ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി യൂസിനായിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റും. അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു അഴുക്കായ ഉള്ളി ഉണ്ടെങ്കിൽ പോലും ബാക്കി എല്ലാം നശിച്ചു പോകും അതിനകത്ത് കിടന്നിട്ട്. സവാളയാണെങ്കിലും അതുപോലെ തന്നെ മേടിച്ചുകൊണ്ട് വന്ന ആദ്യം ഞാൻ നോക്കും അതിനകത്ത് നനഞ്ഞതോ കേടാവാൻ തുടങ്ങുന്നതോ അഴുകി തുടങ്ങുന്നതോ എങ്ങാണോ ഉണ്ടോ എന്ന്. കാരണം ഇവിടെ നിന്ന് പറയുന്ന കടക്കാർ തരുന്നതാണല്ലോ എടുത്തോണ്ട് വേണം, നമ്മൾ നോക്കിയെടുക്കുന്നതല്ലല്ലോ. അപ്പോൾ കൊച്ചുള്ളി മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് മുമ്പിട്ട ആ പാത്രത്തിലെ പേപ്പറും എല്ലാം മാറ്റിയിട്ട് പുതിയ പേപ്പർ ഇട്ടിട്ട് ആ ഉള്ളി പുതിയതിലായിരിക്കും. എന്നിട്ട് പഴയതിനകത്തെ എല്ലാം കൂടെ ഡെയിലി യൂസിനായിട്ട് ആദ്യം എടുക്കാനായിട്ട് മാറ്റും.
എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോ കേട്ടോ. പഴയതിനകത്തോട്ട് വിട്ട് മിക്സ് ചെയ്യാതെ പഴയത് ആദ്യം യൂസ് ചെയ്യാനായിട്ട് മാറ്റാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാം എന്താണ്ട് ക്ലീൻ ആക്കി വെച്ചു. ഇത്രയും നല്ലത്. അതിനകത്ത് കുറേ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി യൂസിനായിട്ട് പെട്ടെന്ന് എടുത്ത് തീർക്കാനായിട്ട് ഇത്രയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓമയ്ക്ക ചെത്തുവാണേ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓമയ്ക്ക കറി, ഓമയ്ക്ക തോരൻ. ഭയങ്കര കറ. ഓമയ്ക്ക കറി വെക്കാനേ ഒരിത്തിരി ചെറുതായിട്ട് മധുരം വെച്ച ഓമയ്ക്കയും കൊണ്ട് കറി വെക്കണം. അന്യായ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അന്യായ ടേസ്റ്റാന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും വിചാരിക്കും ഇഷ്ടമല്ലാത്ത. അയ്യേ, എന്തുവാണ് ഈ ചേച്ചി പറയുന്നതെന്ന്. അപ്പം അന്യായ ടേസ്റ്റ് എന്ന് പറയുന്നില്ല, എനിക്കിഷ്ടമാണ് ആ ടേസ്റ്റ്. ഒരിത്തിരി മധുരമുള്ള, പഴുക്കാൻ തുടങ്ങി വരുന്ന, ഒത്തിരി പഴുത്തതല്ല, ചെറുതായിട്ടൊരു മധുരം വെച്ച് കളറ് മാറി വരുന്ന ഓമയ്ക്ക കൊണ്ടുള്ള കറി. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഈ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്താണ്, കോവയ്ക്ക, പഴുക്കാറായി വരുന്ന കോവയ്ക്ക നമ്മൾ മേടിച്ചതിൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും അത് കളയും. പക്ഷെ ഞാനത് മെഴുക്കുവരട്ടിക്കകത്തിടും. എനിക്കിഷ്ടമാണ്. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണല്ലോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിലുണ്ടെങ്കിലേ ഓരോ ദിവസം എന്തെങ്കിലും എടുത്ത് കറി വെക്കാനായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നല്ലതല്ലേ. ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ 2-3 ഓമയായാലും മതി. തോരനോ കറിയോ. ഓമയ്ക്ക മാത്രം ടവിയിൽ വെച്ചിട്ടുണ്ടോ? ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, നമ്മുടെ ഓരോ ഇഷ്ടങ്ങളാണ്, അത്രയേ ഉള്ളൂ. ഇതിന് ഒത്തിരി വിളയാനുണ്ട്. നന്നായിട്ട് വിളഞ്ഞ ഓമയ്ക്കയല്ല, വേറെ ഒന്നും ഇല്ലഞ്ഞുകൊണ്ട് ഞാനങ്ങ് എടുത്തുന്നേ ഉള്ളൂ. അരി ഇതാ മുറ്റി വരുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ ഇതിനകത്ത് കുഞ്ഞി കുഞ്ഞി ഓമയ്ക്കയായിരുന്നു. ഇപ്പോഴാണ് ഇത്തിരി ഒന്ന് വലിപ്പം വെക്കാൻ തുടങ്ങി. ആദ്യത്തെ ആ ഒരു വലിപ്പം വെച്ചാണ് ഇത്രയും വലിപ്പം ആകുമ്പോൾ അത് പഴുത്ത് തറയിൽ വീഴേണ്ട സമയമായി. അത്രയ്ക്ക് ചെറുതായിരുന്നു. ഇതിപ്പോൾ അത് വിളഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നന്നായിട്ട് വലുതാവുമായിരുന്നു ഇത്. ആ ഒരു ഇത് വെച്ചാണ് ഞാനിത് അടർത്തിയിട്ടതും. അപ്പോൾ ഓമയ്ക്ക് ഇതാ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ചെത്തിയ ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അരിയും അരിഞ്ഞ ശേഷം കഴുകത്തില്ല. ഇത് പക്ഷേ ഇത്തിരി കറ പോലെ തോന്നി, അതുകൊണ്ട് ഒന്നുകൂടെ കഴുകിയെടുത്തതാണ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളം ഒത്തിരി വേണ്ട, നികക്ക മതി ഒഴിച്ച് ഞാനിതിൽ 3 വിസിൽ വരുത്തുന്നുണ്ട്. അത് നിങ്ങളുടെ കുക്കറിലും ഡിപ്പെൻഡ് ആണ്. അത്യാവശ്യം നല്ലതുപോലെ ഇത് വേവണം, എങ്കിലേ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഞാൻ അരയ്ക്കാനങ്ങ് എടുത്തു. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ കുറച്ച് കൊച്ചുള്ളി. ഇത് ഒത്തിരി അങ്ങ് ഭസ്മം പോലെ അരയ്ക്കേണ്ട, ഇത്തിരി തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഓമയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഫുൾ സ്റ്റീം പോയ ശേഷമാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ലേശം ഉപ്പിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. വെള്ളത്തിനകത്തിട്ട് തന്നെ ഉടയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പം എന്താ, ഞാൻ വെള്ളം മാറ്റിയ ശേഷം നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു. ഉടയ്ക്കുന്നത് നമുക്ക് തീരുമാനിക്കാം എത്രയും ഉടയണമെന്നുള്ളത്. ഞാനിപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഉടയ്ക്കുന്നില്ല, ഇത്തിരി ഒന്ന് തരിതരിപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അരപ്പൊന്ന് വേവിക്കണം. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഓമയ്ക്കയുടെ കൊഴുപ്പ് എത്രയാണെന്ന് നമുക്കറിയായിരിക്കുമല്ലോ. വെള്ളം ഒഴിക്കുമ്പോൾ എത്രയും കൊഴുപ്പുണ്ടെന്ന് മനസ്സിലാവും. അതനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാമേ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് കടുക് താളിക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്ത് ചൂടായ ശേഷം കടുകിട്ട്, കടുക് പൊട്ടിയ ശേഷം കൊച്ചുള്ളി, കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും ഇടാം, വറ്റൽമുളക്. ഞാൻ ഇത്തിരി തേങ്ങ കൂടി ഇടുന്നുണ്ട്. നിർബന്ധമില്ല തേങ്ങ വറുത്തിടണമെന്ന്. തേങ്ങ ഇല്ലാതെയും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അരി വറുത്തിടാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കും. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ചില രീതിയിൽ തൈര് ചേർക്കാറുണ്ട്. അതായത് അരപ്പരയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിന് പകരം തൈര് ചേർത്ത് അരയ്ക്കാറുണ്ട്. നന്നായിട്ട് മൂത്ത ശേഷം ലേശം മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് അടച്ചു വെക്കാം. നമ്മുടെ ഓമയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ മീനുണ്ടല്ലോ, ഇന്നലെ വറുത്തപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഓവനിൽ വെച്ച് ചൂടാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നി ഇതുപോലെ പാനിലോട്ട് 3-4 എണ്ണം വെച്ചങ്ങ്
ചൂടാക്കി എടുത്താൽ അതായിരിക്കും കുറെ കൂടി ടേസ്റ്റ് എന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. മീൻ അതുപോലെ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ഒരു ലഞ്ചായിരുന്നു. മീൻ ഫ്രൈയും ഓമയ്ക്ക കറിയും നാരങ്ങ അച്ചാറും. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മീൻ ഫ്രൈ ഇല്ലെങ്കിലും എനിക്ക് ഓമയ്ക്ക കറിയും ഇത്തിരി തൈരും ഉണ്ടെങ്കിൽ അത് മതി, നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിർത്തുന്നു. വീണ്ടും നാളെ പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.